ഈ സിനിമയുടെ പേരെങ്ങനെ പ്രൊനൗൺസ് ചെയ്യാമെന്നുള്ളതായിരുന്നു ട്രെയിലർ ഇറങ്ങിയ ശേഷം ഒരുപാട് നാളത്തെ ചർച്ച. പക്ഷെ ഒരു കാര്യം, ഈ സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആർക്കും ഈ സിനിമയുടെ പേരോ ഈ സിനിമയിലെ കഥാപാത്രങ്ങളെയോ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ വേണ്ടി പറ്റില്ല. പറഞ്ഞു വരുന്നത് ചെമ്പൻ വിനോദ് ജോസിന്റെ അനിയൻ ഉല്ലാസ് ചെമ്പൻ ഡയറക്ട് ചെയ്ത അഞ്ചക്കള്ളക്കോക്കാൻ എന്ന സിനിമയെ ശരിക്കും ഉണ്ടോ? ചുരുക്കി പറയാൻ, അഞ്ചക്കള്ളക്കോക്കാൻ is an international stuff from Malayalam in a very local setup. 2024 എന്നൊരു വർഷം മലയാള സിനിമയ്ക്ക് ബെഞ്ച് മാർക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ലിസ്റ്റിലേക്കുള്ള അടുത്ത അഡീഷനാണ് അഞ്ചക്കള്ളക്കോക്കാൻ. കേരള കർണാടക ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന കാളഹസ്തി എന്ന ഗ്രാമത്തിലേക്ക് പോലീസുകാരനായി ജോലി കിട്ടി വരുന്ന വസുദേവൻ എന്ന ലുക്മാന്റെ വേഷത്തിലൂടെയാണ് സിനിമയുടെ കഥ മുൻപോട്ട് പോകുന്നത്. അപ്പൊ ഈ കാളഹസ്തി അത്ര പ്രശ്നമുള്ള സ്ഥലമൊന്നുമല്ലല്ലേ? ആ പോലീസ് സ്റ്റേഷൻ, അവിടുത്തെ പോലീസുകാർ, അവിടുത്തെ നാട്ടുകാർ, അവിടെ നടക്കുന്ന ഒരു കൊലപാതകി ആരാണ് എന്നറിയാനുള്ള അന്വേഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ, ഇതൊക്കെയാണ് അഞ്ചക്കള്ളക്കോക്കാൻ എന്ന ചിത്രം. പൊറാട്ട് നാടകങ്ങളുടെ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞു പോകുന്ന അഞ്ചക്കള്ളക്കോക്കാൻ ഒരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ നമുക്ക് സംസാരിക്കാം. അതിൽ ആദ്യത്തേത് ഗില്ലാപ്പികളുടെ വരവും അവരുടെ പെർഫോമൻസുമാണ്. തങ്ങളുടെ അച്ഛനെ കൊന്നത് ആരാണ് എന്നറിയാനായിട്ട് ഒരു തോക്കും ചുറ്റുകയും എടുത്ത് തങ്ങളുടെ RX കണ്ട ബൈക്കിൽ കറങ്ങി നടക്കുന്ന ഗില്ലാപ്പി. എന്താ പറയാ, ചിരിപ്പിക്കുന്നു, പേടിപ്പിക്കുന്നു, തകർത്ത് അഭിനയിക്കുന്നു. ബെഞ്ച് മാർക്ക് വില്ലന്മാരാണ്. കാർട്ടൂണിസ്റ്റ് രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നതെങ്കിലും ഒരു ആൾഡാർ ഐറ്റം തന്നെയാണ് അവര്. അടിച്ച് തകർത്ത് മുൻപോട്ട് പോകുന്ന, പാട്ട് വെച്ച് ഡാൻസ് കളിച്ച് ഫൈറ്റ് ചെയ്യുന്ന ഗില്ലാപ്പീസ്. ഈ പടത്തിന്റെ ആദ്യ അവസാനം കഥ മുൻപോട്ട് പോകുന്നത് ചെമ്പന്റെ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ്. അസാധ്യമായിട്ട് അനിയന്റെ പടത്തിൽ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട് ചെമ്പൻ. അടുത്തതായി നായക തുല്യമായ വേഷത്തിൽ വരുന്ന ലുക്മാനും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മണികണ്ഠന്റെയും പെർഫോമൻസുകളാണ്. പുതിയ ആളാണല്ലേ? അതെ. അപ്പൊ തൊഴിലാളി പ്രശ്നമാണെന്ന് ഉറപ്പായി. ഈ സിനിമയുടെ ഒരു അൺറിയലിസ്റ്റിക് എക്സ്പീരിയൻഷ്യൽ സ്വഭാവമുണ്ട്. ഹൈ സ്പീഡിൽ കഥ പറഞ്ഞു പോകുന്ന ഈ ഒരു സിനിമയുടെ സ്വഭാവത്തിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തങ്ങളുടെ ശരീരം കൊണ്ടും അഭിനയം കൊണ്ടും ആ പേസ് കൈവരിക്കാനും പെർഫോം ചെയ്യാനും ഇവർക്ക് രണ്ടുപേർക്കും സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സിനിമയുടെ ക്ലൈമാക്സ് പോർഷൻ അതൊരു സംഭവം തന്നെയാണ്. അതിനോടൊപ്പം എടുത്തു പറയേണ്ട മറ്റു രണ്ട് പേരുകൾ ആർമോ എന്ന സിനിമാറ്റോഗ്രാഫറുടെയും മണികണ്ഠൻ അയ്യപ്പൻ എന്ന മ്യൂസിക് ഡയറക്ടറുടേതുമാണ്. സെർച്ച് ചെയ്ത സമയത്ത് മെക്സിക്കൻ അപാരതയിലെ കട്ടക്കലിപ്പൊക്കെ ചെയ്തിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണെന്നാണ് മനസ്സിലാവുന്നത്. അതിൽ ഗില്ലാപ്പീസിന്റെ തീം മ്യൂസിക് ഒക്കെ ഇന്റർനാഷണൽ സ്റ്റഫാണ്. പ്രത്യേകിച്ച് അവരുടെ ഫൈറ്റ് സീനിൽ വരുന്ന BGM സംഭവങ്ങളൊക്കെ ചുമ്മാ കളറായിട്ടുണ്ട്. സിനിമയുടെ കളർ ഗ്രേഡിംഗ് ആദ്യം കുറച്ച് അമച്ചറിസ്റ്റിക് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും മുൻപോട്ട് പോകുന്നതിനോടൊപ്പം അത് വളരെ സിങ്കായി വന്നിട്ടുണ്ട്. കഥയിലേക്ക് വരുമ്പോൾ അത്ര അസാധ്യമായ തിരക്കഥയൊന്നുമല്ല അഞ്ചക്കള്ളക്കോക്കാൻ്റെത്. ആദ്യം ഉണ്ടാകുന്ന ആ ഒരു ഗ്രിപ്പിംഗ് സ്വഭാവം രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ കുറച്ച് അയഞ്ഞ, കണ്ട് മടുത്ത, മറന്ന ട്വിസ്റ്റുകളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അവിടെ സിനിമയെ രക്ഷിക്കുന്നത് അതിന്റെ വേഗതയും ചടുലമാർന്ന മേക്കിങ്ങുമാണ്. പ്രത്യേകിച്ച് പല സമയങ്ങളിൽ നടക്കുന്ന കഥകളെ മിക്സ് ചെയ്തൊരു രീതി. അതായത് കഥ പറഞ്ഞു പോകുന്നു, അതിന് തുടർച്ചയായി മറ്റൊരു സംഭവം നടക്കുന്നു. പക്ഷെ ആ തുടർച്ചയായ സംഭവം വന്നു നിൽക്കുന്നത് നേരത്തെ നടന്ന സംഭവത്തിന് തൊട്ട് മുമ്പാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്ലാഷ് ബാക്ക് ആണെന്ന്. ആ രീതിയിൽ ചെയ്തിട്ടുള്ള ചില ടൈം വെച്ചിട്ടുള്ള കളികളൊക്കെ വളരെ മികച്ചതായി തോന്നി. ഒരു നോൺ സെൻസിക്കൽ ആക്ഷൻ മൂവി ജോണറിൽ പെടുത്താൻ പറ്റുന്ന ഒരു സിനിമയാണ് അഞ്ചക്കള്ളക്കോക്കാൻ. ഒരു പരീക്ഷണ സ്വഭാവമാണ് ഈ സിനിമയുടെ. ആ പരീക്ഷണത്തിൽ ഈ സിനിമ വിജയിച്ചു എന്ന് പൂർണ്ണമായി പറയാൻ വേണ്ടി പറ്റുമെങ്കിലും ഒരു ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്ട് ഉണ്ടാക്കാനായി സിനിമ ചില ഭാഗങ്ങളിൽ പരാജയപ്പെടുന്നുമുണ്ട്. ചില സ്ഥലങ്ങളിൽ ചെറിയ ലാഗ് വരുന്നതായിട്ടും ചില സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ കഥ പഴകി പോകുന്നതായിട്ടും ഒക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും
ഇതിനെയൊക്കെ പിടിച്ചു നിർത്തുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സിനിമയുടെ സ്പീഡ് ഓഫ് മേക്കിംഗ് ആണ്. ചടുല വേഗതയിൽ മുൻപോട്ട് പോകുന്ന ആക്ഷൻ മൂവീസ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ സിനിമ ഒരു മസ്റ്റ് വാച്ച് തന്നെയാണ്. ആരാണ് അഞ്ചക്കള്ളക്കോക്കാൻ? അഞ്ചക്കള്ളക്കോക്കാൻ എന്ന പേരിന്റെ പ്രസക്തി എന്താണ്? എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് അഞ്ചക്കള്ളക്കോക്കാൻ പ്രസക്തമായി വരുന്നതെന്നൊക്കെ റിവീൽ ചെയ്യുന്ന ചില ഭാഗങ്ങളുണ്ട്. അത് ക്ലൈമാക്സിനോട് ചേർന്ന് വരുന്ന കുറച്ച് രംഗങ്ങളാണ്. അതൊക്കെ സർറിയൽ മൊമെന്റ് ആയിരുന്നു. നമുക്ക് രോമാഞ്ചം തരുന്ന രീതിയിലുള്ള പ്രസന്റേഷൻ ഒക്കെയാണ് ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ചെയ്തു വെച്ചിട്ടുള്ളത്. നല്ല സ്പീഡിൽ പോകുന്ന കഥ അതിനുശേഷം ഉണ്ടാവുന്ന ട്വിസ്റ്റിലേക്കും കൂടെ എത്തുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ട്. ദാറ്റ് വാസ് അമേസിംഗ് ഇൻ തിയേറ്റർ. ഒരു തിയേറ്റർ വാച്ചായി അഞ്ചക്കള്ളക്കോക്കാൻ റെക്കമെൻഡ് ചെയ്താൽ തിയേറ്ററിൽ പോയി കാണുന്ന ആർക്കും അതൊരു നഷ്ടമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലെറ്റ്സ് എൻജോയ് ദിസ് ന്യൂ ഫേസ് ഓഫ് മലയാളം സിനിമ ഇൻ തിയേറ്റേഴ്സ്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു സിനിമയുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.